ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എന്താ പറയുന്നത്, നമ്മുടെ കൺട്രോളിൽ അങ്ങ് നിൽക്കുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റ് അല്ലായിരുന്നു എന്നില്ലേ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഓട്ടമായിരുന്നു. എങ്ങും പിടി തരാതെ അവസാനം ഓടി എവിടേക്കോ ചെന്ന് അവസാനിച്ചു എന്ന് തന്നെ പറയാം. അതായത് രണ്ടു പേർക്കും, സിക്കാർക്കായാലും പിക്കാർക്കായാലും ഒരു പിടിയും തരാതെ മാർക്കറ്റ് ഓടിക്കളിച്ചു. സെല്ലേഴ്സൊക്കെ എന്തായി തീർന്നെന്ന്, ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ഷോർട്ട് ടേം. അതായത് വീക്കിലി ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക്. മന്ത്ലി ഓപ്ഷൻ ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല, കാരണം അവർക്ക് സാവകാശം ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിൻ്റെ കാര്യം നമ്മൾ വിട്ടേരെ. അപ്പം നമുക്ക് ആദ്യം മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പിൽ ഞാൻ പറഞ്ഞിരുന്ന റേഞ്ചിൻ്റെ അവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന്. ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇപ്പോൾ ഇതൊക്കെ നേരെ താഴോട്ട്, ഇതല്ലേ ഇതാ ഇവിടെ ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു പിക്കാണ് ഇവിടെ ശ്രമിച്ചത്. പക്ഷെങ്കിൽ താഴോട്ട് വരുന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെങ്കിൽ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് നേരെ തിരിച്ച് അസൽ അടിച്ച് എൻ്റെ 2 അസലും അടിച്ചു. ഓക്കെ, 2 ട്രേഡ് എടുത്ത് 2 അസലും അടിച്ചു. അതിനുശേഷം പിന്നെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. നമ്മുടെ ഈ റേഞ്ച് കട്ട് ചെയ്ത് താഴെ പോയില്ല, വീണ്ടും തിരിച്ച് മേളിൽ കയറി വന്ന് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ സപ്പോർട്ട് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് കയറിപ്പോയി. ഓക്കെ, ഈ മേളിൽ കയറിയപ്പോൾ എനിക്ക് വ്യൂ ഇന്ന് ഇല്ലായിരുന്നു. വ്യൂ എനിക്കിന്നില്ല. ട്രേഡിനകത്ത് വി ഇല്ല, പി മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഈ പിയിൽ ഞാൻ ഉറച്ചു നിന്നു. പക്ഷെങ്കിൽ ഇവിടെ എൻ്റെ അടിച്ചു, ഇവിടെ ട്രേഡ് നഷ്ടപ്പെട്ടു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ട്രേഡ് എടുത്തില്ല. നിങ്ങളെ ഉപദേശങ്ങൾ ഞാൻ ട്രേഡ് എടുത്തില്ല, കാരണം ഞാൻ പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് കൺസോൾഡേറ്റ് ചെയ്തു, ഇല്ലേ. മാർക്കറ്റ് ഇവിടെ വന്നിങ്ങനെ കൺസോൾഡേറ്റ്. അപ്പോൾ ഞാനിങ്ങനെ വരച്ചിട്ട് ഗ്രൂപ്പിനകത്തിൽ മെസ്സേജ് ഇട്ടിരുന്നു, ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് എന്ന് ഞാൻ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്ന് നമ്മുടെ ഈ ലൈൻ ഇവിടെ വന്ന് എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തു. ഇപ്പം ഇവിടുന്ന് ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാനുള്ള ഏകദേശം 654, ഒരു 40 പോയിൻറ്റോളം നമുക്കിവിടെ ഇവിടം വരെ കിട്ടി. ഇത് ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് മിഡ് ക്യാപ്പ് എക്സ്പയറിയിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 10-20 പോയിൻറ്റ് നീങ്ങുമ്പോൾ തന്നെ നമുക്കൊരു 10-25 പോയിൻറ്റ് പ്രീമിയത്തിൽ തന്നെ കിട്ടും. ഇവിടെ നേരെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയി. നമ്മുടെ ഒരു ലൈനായിരുന്നു, ഇല്ലേ. ഈ ലൈനിൽ വന്ന് കുറേ നേരം ആടി കളിച്ചതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് തന്നെ വന്നു. അപ്പം ഇവിടുന്നാണ് എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നത്, ഇവിടുന്നായിരുന്നു. ഓക്കെ, ഇവിടുന്ന് ഏകദേശം ഞാൻ ഈ റേഞ്ച് വരെ, ഇവിടം വരെ ഞാൻ ക്യാപ്ചർ ചെയ്തു. ഞാൻ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തില്ല. ഇതിന് ശേഷം വീണ്ടും മാർക്കറ്റ് പൊട്ടി ഇവിടുന്ന് താഴോട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടിരുന്നു, ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാനിവിടെ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ എഴുതിയിട്ടിരുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ സംഭവിക്കാം, ഒരു പക്ഷേ സംഭവിക്കില്ല. കാരണം ഇത്രയും മാർക്കറ്റ് ഇങ്ങനെ പോയതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ ആക്റ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാനിവിടെ ഒരു ഷോർട്ട് കവറിങ് റാലി കാണാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മാർക്കറ്റ് നേരെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. 12,730 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റാലി കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മാർക്കറ്റ് ഇവിടെ വരെ താഴെ വന്നതിന് ശേഷം ഒരു ഹ്യൂജ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കയറാം. ഞാൻ ഓൾറെഡി അന്നേരം ഇതും ഞാൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു. ഇതിന് ശേഷം ഇവിടുന്ന് എടുത്തവർ നല്ല ഒരു പ്രോഫിറ്റ്, ഏകദേശം 250 പോയിൻറ്റ് ഇവിടം വരെ റാലി ചെയ്തു. 250 പോയിൻറ്റ്. കുറേ പേരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. ഞാൻ ഈ ഷോർട്ട് കവറിങ് വരും എന്ന് പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് കുറേ പേര് ഇവിടുന്ന് ട്രേഡ് എടുത്തു. അവരൊക്കെ വലിയ ഹ്യൂജ് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നു. ഓക്കെ, താങ്ക് യു. പക്ഷേ എപ്പോഴും നമ്മുടെ വാക്കങ്ങനെ വിശ്വസിച്ച് നമ്മൾ ആരെയും, എന്നേന്നല്ല, ഒരു മനുഷ്യനെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിച്ച് നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ പാടില്ല. എന്നെയും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഷോർട്ട് കവറിങ് പറഞ്ഞ സാധ്യതകളെ പറ്റി ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു
ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിനനുസരിച്ചാണ് എടുത്തത്. ഓക്കെ, അങ്ങനെ എടുത്തെങ്കിൽ ഓക്കെ. അല്ല ഒരാൾ ഇവിടുന്ന് ഷോർട്ട് കവറിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ചുമ്മാ അന്തമായിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് കോൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചാർട്ടിനകത്ത് അതിന് കൺഫർമേഷൻ കിട്ടണം. ചാർട്ടിനതിൽ കൺഫർമേഷൻ കിട്ടിയാൽ ഓക്കെ, നിങ്ങൾക്ക് അവിടുന്ന് ഒരു ട്രേഡ് നോക്കാം. അങ്ങനെ മാത്രം ട്രേഡ് ചെയ്യുക കേട്ടോ. ഒരിക്കലും എന്നെ വിശ്വസിച്ച് ഒരിക്കലും നിങ്ങൾ ട്രേഡ് എടുക്കരുത്, അത് തെറ്റാണ്. എന്നെ എന്നല്ല, ആരെയും വിശ്വസിച്ചെടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടിനകത്തിലൊരു ട്രേഡ് കൺഫർമേഷൻ കിട്ടണം. ആ കൺഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, അപ്പം അങ്ങനെ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഒരു ഷോർട്ട് കവറിങ് നടന്ന് നേരെ തിരിച്ചു വന്നു. ഈ കാണുന്ന ക്യാൻഡിൽ വെറും ഫേക്ക് ക്യാൻഡിലാണ് കേട്ടോ. ഇവിടെ ഇല്ല, ക്ലോസിങ് ഇവിടെ തന്നെ മാർക്കറ്റ്. ഇവിടെ ഇങ്ങനൊരു ക്യാൻഡിൽ വന്നെങ്കിലും ക്ലോസ് ചെയ്തേക്കുന്നത് ക്ലോസിങ് ബേസിസിൽ ക്ലോസ് ചെയ്തേക്കുന്നത് മാർക്കറ്റ് ഇവിടെ തന്നെ. അതായത് 12,987 12,987 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണ്. ഇവിടെ ഇതിനടുത്ത് വരും, ഇവിടെ വരും. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് മിഡ് ക്യാപ്പിനകത്ത് സംഭവിച്ചത്. എക്സ്പയറി ആയിരുന്നു, മന്ത്ലി എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വോളറ്റൈൽ ആവാൻ കാര്യം. അപ്പോൾ ഇനി നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിന് വാലിഡിറ്റി ഇല്ല. ഇത് പോയി. ഓക്കെ, ഇവനെ നമുക്ക് ഈ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മുകളിലോട്ട്. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, ഇതൊക്കെ പോയി. അതിനുശേഷം നമുക്ക് ഇവനെ ഇതിനെ തന്നെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. റോട്ട് നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് അതിനില്ല. പക്ഷേ ഇതൊരു പുതിയ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്തേ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഇതിനെ ഞാൻ ക്യാൻസൽ ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇവനെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് റെഡ്. അടുത്തത് ഇത് ഒരു സപ്പോർട്ട് ലൈനാണ്. ഇതൊരു സപ്പോർട്ട് ലൈൻ റെസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഇത് ഓക്കെ. ഇനി മാർക്കറ്റ് താഴോട്ട് വീണേ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പൊട്ടിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇതിനകത്ത് 13,500 ഈ പോയിന്റ് ഇരിക്കട്ടെ. ഈ 2 പോയിന്റിനകത്ത് ഓക്കെ, ഈ പോയിന്റിനകത്ത് ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇതിന് മുകളിലോട്ട് പോയാൽ ഇനിയിപ്പം നാളെ മുതൽ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പം വലിയ മൂവ്മെൻറ്റ് കാണാനുള്ള സാധ്യത ഇതിനകത്തില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 13,777. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തേത് ഇത്. ഇനി വലിയ മൂവ്മെൻറ്റ് കാണില്ല കേട്ടോ. ഈ 3 മൂവ്മെൻറ്റ് 13,238 അവിടെ വരെയൊക്കെ ഉള്ള സാധ്യതകളെ മുകളിലോട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2, 3 5 മിനിറ്റിലോട്ട് മാറ്റാം. ഒന്നിത്, രണ്ടിത്, മൂന്നാമത്തേത്, ഇതാണ് 3. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. താഴോട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത്. ഇനി വളരെ റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഒരു പക്ഷേ പെതുക്കെ വലിയ ഒറ്റയടിക്ക് ഫോൾ വന്നില്ലെങ്കിൽ പെതുക്കെ മാർക്കറ്റ് ഇറങ്ങി വരാനേ സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ നാളെ മുതൽ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് മാർക്കറ്റ് പെതുക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ. ഇനി വേണമെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടെ താഴോട്ട് ഇവിടെ കിട്ടൂടെ.
ഇത്രയും താഴോട്ടം കിടക്കുക, പക്ഷേ വന്നാലോ താഴെ പൊട്ടി വീഴാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള ലെവലുകൾ മിഡ് ക്യാപ്പിൻ്റെ. ഇനിയിപ്പം മിഡ് ക്യാപ്പിൽ അങ്ങോട്ട് ട്രേഡിങ് മുഷ്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതവിടെ നിർത്താം. നമുക്ക് അടുത്ത് ഇനിയും നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ അധികം ഈ പറഞ്ഞ പോലെ വലിയ മൂവ്മെൻറ്റ് നടന്നില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിഫ്റ്റിയിൽ നിന്ന് ട്രേഡ് എടുത്തില്ല. ഓക്കെ, ഒറ്റ ട്രേഡ് എടുത്തോളൂ, ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് പറയുന്നില്ല തൽക്കാലം. ഓക്കെ, മാർക്കറ്റ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിഡ് ക്യാപ്പിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നേരെ ഗ്യാപ്പ് ഡൗൺ താഴോട്ട് വന്ന് നമ്മുടെ കറക്റ്റ് വരച്ച ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് മിഡ് ക്യാപ്പിൽ കണ്ട പോലെ തന്നെ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് പെതുക്കെ നേരെ മേലോട്ട് പോയി നമ്മുടെ ഇതും ക്രോസ് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടുന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. എങ്ങനെയാണ് കറക്റ്റ് നമ്മുടെ സപ്പോർട്ടിൽ ഫസ്റ്റ് ടാർഗറ്റ് ഒന്ന് അടിച്ചു ഇല്ലേ, അടിച്ചതിന് ശേഷം ഒരു ഡോജി വീണു. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് കൃത്യം ഇവിടെ ഒരു ഡോജി വീണു. അതെന്താ, ഇൻഡിസിഷണൽ ക്യാൻഡിലാണ്. മാർക്കറ്റ് താഴോട്ട് പോയില്ല, താഴോട്ട് പോയെങ്കിൽ തിരിച്ച് മോളി വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കുന്നവർക്ക് ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. എന്ത് ചെയ്യണം, ഇവിടെ അങ്ങോട്ട് മാറ്റി താഴോട്ട് ഒരു SL ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്ത് നമുക്ക് സുന്ദരമായിട്ട് 2 ക്യാൻഡിൽ കിട്ടി. ഇപ്പം നമുക്ക് 10 പോയിന്റ് മതി. 10 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 750 രൂപ കിട്ടും. 10 പോയിന്റ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ എപ്പോഴും ഷോർട്ട് ട്രേഡിനെ നിൽക്കാവും, ലോങ് ട്രേഡ് നിൽക്കില്ല. ലോങ് ട്രേഡ് നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ കോസ്റ്റ് വെച്ച് ട്രേഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കോസ്റ്റ് പോകുന്നെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ട്രേഡ് വിജയിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതൊക്കെ മാർക്കറ്റ് ടൈമിൽ നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്കിപ്പം പറയാം മാർക്കറ്റിന് ശേഷം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയാം. പക്ഷേ അന്നേരത്തെ സമയത്ത് നമുക്കിതൊന്നും നടക്കുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഷോർട്ട് ട്രേഡ്, അതായത് 10 പോയിന്റ് 15 പോയിന്റ്. ഇനിയിപ്പം നിഫ്റ്റിയുടെ കാര്യത്തിൽ 10-15 പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കുക, അടുത്ത ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ മാർക്കറ്റ് നേരെ പോയി ഇവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. അതിനുശേഷം മാർക്കറ്റ് നേരെ പോയി ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ഇവിടെ നേരെ തിരിച്ചു വന്നു, വീണ്ടും മാർക്കറ്റ് നേരെ മേളിൽ പോയി നമ്മുടെ ടോപ്പ് ടാർഗറ്റ് അടിച്ചില്ല, അതിന് ഇടയ്ക്ക് വെച്ച് നിന്നിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഇവിടുന്ന് 3 ക്യാൻഡിൽ ഓൾറെഡി വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഒരു ട്രേഡ്, ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നമുക്ക് ഇവിടുന്ന് ഒരു ക്യാൻഡിൽ എടുക്കും. കാരണം ഗ്രീൻ ക്യാൻഡിൽ ഒന്നും വേണില്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു ഫോളിന് തുടക്കമാണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇല്ലേ. അതിനുശേഷം ഈ ക്യാൻഡിൽ വീണപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രേഡ് എടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് നമുക്ക് അവസരമുണ്ട്. ഈ ക്യാൻഡിൽ ഇത്രയും ഉണ്ട്. ഇത് പോട്ടെ, ഇതൊന്നും നമുക്ക് കൺഫർമേഷൻ അല്ല. പക്ഷേങ്കിൽ ഈ ലൈനിന് താഴെ ഒരു ക്യാൻഡിൽ നമുക്ക് ഫോം ആയി ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം സുന്ദരമായിട്ട്. നമുക്ക് ഈ 2 ക്യാൻഡിലെ തന്നെ നമുക്കൊരു 10-40 പോയിന്റ് എന്തായാലും പ്രീമിയം കിട്ടിയേനെ. 40 പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ. അതിനുശേഷം ഒരു ഭീകര ഫോൾ നമുക്ക് മാർക്കറ്റ് താഴോട്ട് കാണാൻ പറ്റി. റിക്കവർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സെല്ലേഴ്സ് തല്ലി താഴെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. US മാർക്കറ്റ് 328. അതാ നോക്കിക്കേ, എൻ്റെ ദൈവമേ, ഇന്ന് ഇപ്പോൾ ഭീകര ഫോളായിരിക്കും മിക്കവാറും രാത്രിയിൽ. US ഫ്യൂച്ചർ 331 മൈനസ് കാണിക്കുന്നത്. നാസ്ഡാക്ക് 240. ഭീകര ഫോളിനുള്ള സാധ്യത നാളെ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ആട്ടെ, നാളെ നമുക്കുള്ളതല്ല. ഓക്കെ, അപ്പം ഇത്രയാണ്. അപ്പം ഈ US മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് അവിടുത്തെ ഡെപ്റ്റ് സീലിംഗായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാങ്ങലായിരിക്കണം ഇവിടെ ഇത് കാണുന്നത്. അപ്പം നാളെ നമുക്കിനി എന്ത് സംഭവിക്കുക എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നാളെ എന്ത് സംഭവിക്കാൻ നോക്കാം. നാളെ ഇപ്പം നമ്മുടെ ലെവലുകളെല്ലാം ഏകദേശം നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെ ലെവൽ വർക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ലെവൽ ഇനി ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ലെവൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഈ ലെവൽ ഇതാണ് ഒരു ലെവൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ഈ 2 ലൈൻ, ഇത് രണ്ടും കറക്റ്റാണ്. ഈ 2 ലൈന് നമുക്ക് നോ ട്രേഡിങ് സോണായിട്ട് വെക്കാം. നോ ട്രേഡിങ് സോൺ നമ്മുടെ ബ്ലൂ ലൈൻ. ഓക്കെ, ഇത് മോളോട്ട് ഇതൊന്നും മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റ് റെസിസ്റ്റൻസുകളായെല്ലാം. ഇത് റെഡ് അല്ലല്ലോ, ഗ്രീൻ അല്ലേ. ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഇതാണ് ഇത്. ഓക്കെ, ഇത് വേണ്ട, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവനെ എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇതാണ് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് എന്ന് പറയാൻ. ഓക്കെ, ഇതാണ് ഒരു കറക്റ്റ്. ഇതിന് ശേഷം നമുക്ക് ഇവനെ താത്ത് വെക്കാം. ഇതിങ്ങനെ നിൽക്കട്ടെ, വേണ്ട ഇതിങ്ങനെ തന്നെ നോട്ടെ, സാരമില്ല. നമുക്ക്
അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേലോട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ 2 ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇവിടുന്ന് പൊട്ടിയാൽ ഈ ലൈന്, ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിയാൽ 23,480, 23,500 കൂട്ടിക്കോ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭീകര ഫോള് കാണേണ്ടി വരുമെന്ന് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. അപ്പം അതങ്ങോട്ട് നിൽക്കട്ടെ, തൽക്കാലം ഈ ട്രെൻഡ് ലൈൻ വരെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് ഭീകര ഫോള് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അന്നേരം നമുക്ക് നോക്കാം. നമുക്ക് വേറെ വരയ്ക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരച്ചിട്ടിട്ടുണ്ട് ഞാൻ 22,220. ഇതിൻ്റെ ഇടയ്ക്കൊരു വര കിട്ടുമോ? ഇതിൻ്റെ ഇടയ്ക്കൊരു വരയുണ്ട്, ഇതാ ഇവിടെ കിടക്കട്ടെ. ഇവിടെ ഇതാണ് അടുത്ത ഒരു വര. ഇതും ഈ ട്രെൻഡും പൊട്ടിയാൽ നേരെ ഇതിങ്ങ് പോരും, ഇവിടം വരെ വരും. ഈ ട്രെൻഡ് പൊട്ടിച്ചാൽ, ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം. ഈ ട്രെൻഡ് പൊട്ടിച്ചാൽ ഇവിടം വരെ വരും, ഇല്ലെങ്കിൽ ഇങ്ങ് പോരും. പിന്നെ ഇതും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിലത്തുനിന്ന് കോരിയെടുത്താൽ മതി. അത്രേ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് അവിടെ ദാണ്ട് ഇവിടെ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ വരയ്ക്കാം. കിടക്കട്ടെ ഇവിടെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ അത് പൊട്ടുവാണെങ്കിൽ പിന്നെ നിലത്തുനിന്ന് നമുക്ക് വാരിക്കോരി എടുക്കാനേ പറ്റൂ. ഈ 22,770 മേജർ സപ്പോർട്ട്. ഓക്കെ, ഇതാണ് മേജർ സപ്പോർട്ട്. ഇത്രയേ ഉള്ളൂ നാളത്തെ കഥ. ഓക്കെ, അപ്പം ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അങ്ങോട്ട് ട്രേഡ് എടുക്കുക. മിക്കവാറും നാളെ പൊട്ടാനായിരിക്കും ഇത് വെച്ചുള്ള സാധ്യത. US മാർക്കറ്റിൻ്റെ സ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഭീകര പൊട്ടലിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡും പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും നോക്കണ്ട, താഴെ നിന്ന് വാരിക്കോരി എടുക്കാം, അടിവാരത്തു നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നാളെ ഞാൻ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള വ്യൂ വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പം അതിനകത്തിൽ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം കാണും അതിനകത്തിൽ. അപ്പോൾ നമുക്ക് നാളെ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ പറ്റുമെങ്കിൽ പറ്റുന്നെങ്കിൽ നാളെ എനിക്ക് ഓഫാണ്. അപ്പം നാളെ പറ്റുമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ വരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.